നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഭാരതരിയെ ജനം നെഞ്ചിലേറ്റി കഴിഞ്ഞു. തുടക്കത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഈ വിൽപ്പന തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തേക്കും അരി വിൽപ്പന എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ അടുക്കളയിൽ ഭാരതരി വെന്തു തുടങ്ങിയപ്പോൾ ഇവിടെ സർക്കാരിന്റെ ചില തലവേദനയും കൂടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദൽ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കേരള സർക്കാരിന്റെ ബ്രാൻഡിൽ അരി കൊടുക്കുന്ന ബദലിനെ ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സപ്ലൈകോ MD, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യമന്ത്രി GR അനിൽ നിർദ്ദേശം നൽകി. ആവശ്യത്തിന് അരി വിഹിതമില്ലാത്ത വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് ഈ ബദൽ അരി കൊടുക്കുകയാണ് ലക്ഷ്യം. ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ്. എന്നാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ, കുറുവ, മട്ട എന്നിവയാണെങ്കിലേ ബദലാകൂ. അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്രയടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത തേടുകയാണ്. മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും. റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്ര വിഹിതത്തെ ബാധിക്കുമെന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതിനാൽ സപ്ലൈകോ വഴിയാകും സംസ്ഥാന സർക്കാരിന്റെ ബദൽ അരി വിൽപ്പന. സംസ്ഥാന സർക്കാർ വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് കുറഞ്ഞ അളവിലാണെങ്കിലും കിലോ 10 രൂപ 90 പൈസയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. സപ്ലൈകോ വഴി 23, 24, 25 രൂപ നിരക്കിൽ സബ്സിഡി അരിയും വിൽക്കുന്നുണ്ട്. FCAയിൽ മിച്ചമുള്ള അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി വഴി വാങ്ങിയിട്ടായിരുന്നു കേരളം ഇതിനുള്ള അരി കണ്ടെത്തിയത്. എന്നാൽ അടുത്തിടെ ഈ പരിപാടി കേന്ദ്രം അവസാനിപ്പിച്ചു. ഇതോടെ കേരളം 10 രൂപ 90 പൈസയ്ക്ക് 25 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന അരി ഭാരത് അരി എന്ന പേരിൽ വിൽക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി. കഴിഞ്ഞ ദിവസം പാലക്കാട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് റൈസ് പച്ചരി പാക്കറ്റുകൾ വാങ്ങാൻ തിരക്കായിരുന്നു. ഏറെ പേരാണ് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് അരി വാങ്ങാൻ കാത്തിരുന്നത്. 10 കിലോയുടെ പാക്കറ്റുകളാണ് വിതരണം ചെയ്തത്. കിലോയ്ക്ക് 29 രൂപയാണ്. 290 രൂപ കൊടുത്താൽ ആർക്കും പാക്കറ്റ് വാങ്ങാം. ഒരാൾക്ക് ഒരു പാക്കറ്റ് വീതമാണ് വിതരണം. 1000 പാക്കറ്റുകളാണ് ഇന്നലെ വിതരണം ചെയ്തത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, NAFED എന്നീ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. കർണാടകയിൽ നിന്ന് വരുന്ന അരി NCCFന്റെ കാലടി ഗോഡൌണിൽ നിന്നാണ് പാക്കിംഗ് ഉൾപ്പെടെ നടത്തുന്നത്. വൈകാതെ വിവിധ ജില്ലകളിൽ NCCFന്റെ ഔട്ട്ലെറ്റുകളും തുടങ്ങാനാണ് തീരുമാനമെന്നത് അധികൃതർ പറഞ്ഞു. നിലവിൽ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ചു വിതരണം ചെയ്യുന്നത് മൂലം അനുഭവപ്പെടുന്ന തിരക്ക് സൂപ്പർമാർക്കറ്റുകൾ വഴി വിതരണം ആരംഭിക്കുന്നതോടെ നിയന്ത്രിക്കാനാകും. സാധാരണക്കാർക്ക് ചോറ് കഴിക്കാൻ അരി വാങ്ങണം. കേരളം ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരുന്നാൽ പാവങ്ങളുടെ വയറ്റെടുത്തടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുണ്ട് മുറുക്കി എടുക്കാതെ ജീവിക്കാനുള്ള വഴിയാണ് ജനം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ അരി തരുന്നത് എന്നൊന്നും നോക്കാൻ ജനത്തിന് നേരമില്ല.